രാവിലെ ദോശ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് മാവിൻ്റെ അകത്ത് റാഗി പൗഡർ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പിള്ളേർ കഴിക്കത്തില്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടി. അപ്പം ദോശയുടെ കൂടെ കടലക്കറിയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനൊരു ചിക്കൻ മസാല ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് മസാല പുരട്ടി ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കിലോ ഉരുളൻകിഴങ്ങും 1/2 കിലോ സവാള എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമേ. അപ്പം ഞാൻ ഈ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. സവാള എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 2 ബേ ലീഫ്, ഒരു പട്ട, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ആ സവാള ഇട്ട് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചൊക്കെ കൊടുത്തായിരുന്നേ. അപ്പോൾ സവാളയൊക്കെ കുറച്ച് നേരം കഴിഞ്ഞ് നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാമേ. അപ്പോൾ മസാല ഒന്ന് വെന്ത് വരാനായിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞുണ്ടെങ്കിൽ നന്നായി മസാലയൊക്കെ മൂത്ത് ചെറിയ തീയിൽ ഞാൻ മൂപ്പിച്ചെടുക്കുമായിരുന്നു. ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ആ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ ആ ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം ഞാൻ ഇച്ചിരി ചെറുതായിട്ടും അരിഞ്ഞ് ബാക്കി 2 എണ്ണം ഇച്ചിരി വലുതായിട്ടും അരിഞ്ഞിട്ടുണ്ട്, അതോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് നന്നായി മിക്സിയിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന സാമ്പാർ നമ്മൾ തുമരയൊക്കെ കുറച്ചിട്ടാലും നല്ല കൊഴുപ്പ് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഒരു ട്രിക്ക് ഞാനിതിൽ ചെയ്യുന്നുണ്ട്. ഈ ഹോട്ടലുകാരൊക്കെ ചെയ്യുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് തുമര എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കഷ്ണങ്ങളും ഇതിലേക്ക് പുളിയൊക്കെ പിഴിഞ്ഞ വെള്ളവും, എന്നിട്ട് ഇതിൻ്റെ അകത്ത് പൊടികളൊന്ന് ചൂടാക്കി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടി ഇതിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇവിടെ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി തിളച്ചൊന്ന് വന്നിട്ടുണ്ട്. ഞാനവിടെ വീണ്ടും അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ സാമ്പാറൊക്കെ ഞാനൊരു 2-3 വിസിലടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ കണ്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ട്രിക്കെന്ന് പറഞ്ഞത്, ഞാനൊരു കുറച്ച് വെള്ളത്തിൽ 1.5 ടീസ്പൂൺ കടലമാവ് ഒന്ന് കലക്കി ഒഴിക്കുന്നുണ്ട്. ഈ കടലമാവ് ഒഴിക്കുന്ന ഉടനെ നല്ലൊരു കൊഴുപ്പ് കിട്ടും. ഞാൻ എന്നും സാമ്പാറിന് ഇതിനേക്കാൾ കൂടുതൽ തുമര ചേർക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഈ കടലമാവ് ഒഴിച്ചത് കൊണ്ട് നല്ല കൊഴുപ്പായിട്ട് കിട്ടി. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ കായപ്പൊടിയും ചേർത്തത്. അപ്പം നമ്മുടെ തുമരയൊക്കെ കുറച്ച് നല്ല കൊഴുപ്പോട് കൂടിയ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ കുറേയും കൂടെ ഒന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.